ഹായ് ഗൈസ്, നമുക്ക് ടെന്നീസ് ബോൾ ഉപയോഗിച്ച് എങ്ങനെ കട്ടർ അറിയാം. ഒരു ടെന്നീസ് ബോൾ ഒരേ ഗ്രിപ്പിംഗിൽ ഒരേ ആക്ഷനിൽ നമുക്ക് എങ്ങനെ ലെഗ് കട്ടറും ഓഫ് കട്ടർ അറിയാൻ നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ മലയാളി ക്രിക്കറ്റേഴ്സ് ഇതിനെ ചൊട്ടറിയാന്ന് നോർമലി ഒരു സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം. അത് നമുക്ക് ഇതിനെ ഗ്രിപ്പിംഗ് എങ്ങനെയായിരിക്കും, അതാണ് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ്. നോക്കിയോ, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയോളൂ. നമ്മൾ നോർമലി ചൊട്ടറിയുന്നത് എങ്ങനെയാ, ഈ രണ്ട് വിരൽ, അതായത് മിഡിൽ ഫിംഗറും നമ്മുടെ റിംഗ് ഫിംഗറും മടക്കിയിട്ടാണ് നമ്മൾ നോർമലി ചൊട്ടറിയുക. ഇത് പ്രസ് ചെയ്തിട്ടാണ് റിലീസ് ചെയ്യുക. അപ്പോഴാണ് ഈ ഒരു ജമ്പും എക്സ്ട്രാ ടേണും നമുക്ക് ബോളിന് ലഭിക്കുക. പക്ഷേ നമുക്കൊരു സിമ്പിൾ ആയിട്ട് ടെക്നിക് ഉപയോഗിച്ച് മിഡിൽ ഫിംഗർ മാത്രം ഉപയോഗിച്ച് നമുക്ക് ഈ ലെഗ് കട്ടറും ഓഫ് കട്ടറും ഒരേ ആക്ഷനിൽ സെയിം ഗ്രിപ്പിംഗ് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു റൈറ്റ് ഹാൻഡ് ബോളർ ആയിക്കോട്ടെ, ലെഫ്റ്റ് ഹാൻഡ് ബോളർ ആയിക്കോട്ടെ, രണ്ട് ഫിംഗർ മാത്രം ഇതിന് യൂസ് ചെയ്താൽ മതി. ഒന്ന് മിഡിൽ ഫിംഗർ, ഒന്ന് നമ്മുടെ തള്ളവിരൽ എന്ന് പറയും. ഇതിൽ ഹോൾഡിംഗ് ഈ രണ്ട് വിരലിൽ മാത്രമായിരിക്കും. ഈ മൂന്ന് ഫിംഗറും ഫ്രീ ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. നമ്മുടെ മിഡിൽ ഫിംഗറിന്റെ ഈ ഒരു പോർഷൻ, താഴത്തെ നമ്മുടെ ഈ പോർഷൻ ആയിരിക്കും നമ്മൾ പവർ കൊടുക്കുന്ന പോർഷൻ. ബോളിന്റെ നമ്മൾ ഇങ്ങനെ ഹോൾഡ് ചെയ്തതിനു ശേഷം ഈ ബോളിന്റെ വലത്തെ ഭാഗത്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്യണം. ഓക്കെ, ഇതിലായിരിക്കും നമ്മൾ പവർ കൊടുക്കേണ്ടത്. ഇതാണ് നമ്മുടെ പവർ പൊസിഷൻ. ഈ ഹോൾഡിങ്ങിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട പോയിന്റ്, നമ്മുടെ ഈ ഫിംഗർ ഭയങ്കര ഫ്രീ ആയിട്ട് അത് ജസ്റ്റ് ഹോൾഡ് ചെയ്താൽ മാത്രം മതി. നമ്മുടെ മിഡിൽ ഫിംഗർ ആണ് പവർ കൊടുക്കേണ്ടത്. കാരണം ഈ ഫിംഗറിൽ നമ്മൾ ബോൾ റിലീസ് ചെയ്യണം. ശ്രദ്ധിച്ചോളൂ. അപ്പൊ നമ്മുടെ ഈ ഒരു ഡെലിവറി ആയിട്ട് നമുക്ക് വളരെയധികം പ്രാക്ടീസ് വേണം. അതിനാദ്യം ചെയ്യേണ്ടത് നമ്മൾ റൗണ്ട് ആം ആക്ഷനിൽ കൈ കറക്കാതെ നോർമലി ബോൾ ഹോൾഡ് ചെയ്ത് റിലീസ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം, നോക്കിയോട്ടാ. ഇവിടുന്ന് നമ്മൾ കൈ റൊട്ടേറ്റ് ചെയ്യാതെ നോർമലി ഹോൾഡിംഗ് പൊസിഷനിൽ നിന്ന് ജസ്റ്റ് റിലീസ് ചെയ്യാം. നമ്മൾ ഈ ഡെലിവറി എറിയുമ്പോൾ അതായത് രണ്ട് ഫിംഗർ മടക്കിയിട്ട് പുഷ് ചെയ്ത് ജമ്പിക്കുക എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. കാരണം അതിന് കുറച്ചധികം പ്രാക്ടീസ് വേണം. കൈയിന്റെ വേദന അതൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ഡെലിവറിക്ക് നമ്മുടെ മിഡിൽ ഫിംഗറിന്റെ ഏത് പോയിന്റിൽ നമ്മൾ പവർ കൊടുക്കണം നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഫിംഗറിന്റെ ഈ പോർഷൻ കണ്ടോ, എല്ലാവരും ശ്രദ്ധിച്ചോ. ഈ പോർഷൻ ഇവിടെയാണ് നമുക്ക് പവർ ജനറേറ്റ് ചെയ്യേണ്ടത്. നോർമലി നമ്മൾ കൈ റൊട്ടേറ്റ് ചെയ്യാതെ ഇവിടുന്ന് റിലീസ് ചെയ്യാം. ഇങ്ങനെ റിലീസ് ചെയ്ത് നമ്മൾ കട്ട് ആവണം. കാരണം ഈ മിഡിൽ ഫിംഗറിന് പവർ ജനറേറ്റ് ചെയ്യണം. അതാണ് പ്രാക്ടീസിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് പോയിന്റ്. ഓക്കെ, അതിനുശേഷം നമ്മൾ നോർമലി കൈ കറക്കി റൊട്ടേറ്റ് ചെയ്ത് ഈ സെയിം റിലീസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് വേണം നമ്മൾ റണ്ണപ്പ് എടുക്കാൻ. നോർമലി ഒരു റണ്ണപ്പുള്ള ബോളാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ വന്നിട്ട് റണ്ണപ്പ് എടുത്ത് ഈ ബോൾ റിലീസ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. നമ്മൾ ഇവിടുന്ന് റിലീസ് ചെയ്യാം, എന്നിട്ട് ജസ്റ്റ് കൈ റൊട്ടേറ്റ് ചെയ്ത് റിലീസ് ചെയ്യാം, അതിനുശേഷം റണ്ണപ്പ് എടുത്ത് റിലീസ് ചെയ്യാം. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഡെലിവറി ഉണ്ട്. അതായത് സെയിം ആക്ഷനിൽ ഞാൻ പറഞ്ഞു എങ്ങനെ ലെഗ് കട്ടറും ഓഫ് കട്ടർ അറിയാം. കാരണം ഓഫ് കട്ടർ അറിയാൻ ഈ ഒരു ഹോൾഡിംഗിൽ നമുക്ക് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമല്ല എല്ലാവർക്കും. പക്ഷേ ഈ സെയിം ആക്ഷനിൽ നമുക്ക് ഈ സെയിം ഗ്രിപ്പിങ്ങിലൂടെ നമുക്ക് സെയിം റിലീസിലൂടെ നമുക്ക് ഓഫ് കട്ടർ അറിയാൻ പറ്റും. ഈ സെയിം ഗ്രിപ്പിങ്ങിലൂടെ നമുക്ക് ലെഗ് കട്ടർ റിലീസിംഗ് പോയിന്റ്. ഈ സെയിം ഗ്രിപ്പിംഗ് വെച്ച് നമ്മൾ ഇങ്ങനെ ഓഫ് കട്ടർ അറിയാം. ബോളിന്റെ റിലീസിംഗ് പോയിന്റ് നമ്മുടെ ഈ മിഡിൽ ഫിംഗറിന്റെ ഹോൾഡിംഗ് നമ്മൾ സെന്ററിലേക്ക് ആക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ റിലീസിൽ ഓഫ് കട്ടർ അറിയാൻ പറ്റൂ. നോക്കിയോളൂട്ടാ, വളരെ ശ്രദ്ധിച്ച് നോക്കിയോ. സ്ലോ മോഷൻ കാണിക്കാം. നമ്മൾ നോർമലി ഇങ്ങനെ ഹോൾഡ് ചെയ്യണം. അവസാന സമയത്ത് മാത്രം നമ്മൾ റിലീസിന്റെ പോയിന്റ് സമയത്ത് മാത്രമാണ് നമ്മൾ ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ പാടുള്ളൂ. ഇങ്ങനെ വന്നിട്ട് ഓക്കെ, നോക്കിയോട്ടോ. ഇവിടുന്ന് റിലീസിംഗ് പോയിന്റ് എത്തണ സമയത്ത് നമ്മൾ ഈ മിഡിൽ ഫിംഗർ നോക്കിയോ, ഈ സൈഡിലായിരിക്കും നമ്മുടെ ഹോൾഡിംഗ്. ആ മിഡിൽ ഫിംഗർ നമ്മൾ സെന്ററിലേക്ക് ആക്കണം. ഈ സൈഡിൽ നിന്ന് നമ്മൾ അവസാന സമയത്ത് സെന്ററിലേക്ക് ആക്കണം. എന്നിട്ട് ഇങ്ങനെ റിലീസിന് പകരം ഇവിടുന്ന് റിലീസ് ചെയ്യാം. മറച്ചെറിയാം. എടാ, അപ്പൊ നമ്മൾ ഈ ടെന്നീസ് ബോളിൽ രണ്ട് ഫിംഗർ ഉപയോഗിച്ച് അങ്ങനെ ലെഗ് കട്ടറും ഓഫ് കട്ടറും സെയിം ആക്ഷനിൽ സെയിം ഗ്രിപ്പിംഗിൽ നമുക്ക് അറിയാൻ നോക്കാം. എടാ, നിങ്ങൾ പിടിച്ചു നോക്കിക്കേ അതിന്റെ ഗ്രിപ്പിംഗ് എങ്ങനെ നോക്കിക്കേ. നമ്മുടെ ഈ തള്ളവിരലും നടുവിരലും ഉപയോഗിച്ചിട്ട് ബോൾ ഹോൾഡ് ചെയ്യാം. ഈ നടുവിരൽ എന്ന് പറയുന്നത് ബോളിന്റെ വലത്തെ സൈഡിലായിരിക്കണം ഹോൾഡിങ്. ഓക്കെ, ഇതായിരിക്കണം ഹോൾഡിങ്. എന്നിട്ട് ഇവിടുന്ന് ഈ രണ്ട് വിരൽ ഉപയോഗിച്ച് മാത്രം, ഈ മൂന്ന് വിരൽ ഫ്രീ ആയിരിക്കണം. ഈ രണ്ട് വിരൽ ഉപയോഗിച്ച് മാത്രം നമ്മൾ ജസ്റ്റ് പുഷ് ചെയ്യുക, ഇവിടുന്ന് പുഷ് ചെയ്യുക, അതാണ് റിലീസ്. ഓക്കെ, നോക്കിക്കേ, ട്രൈ ചെയ്ത് നോക്ക് എല്ലാവരും. രണ്ട് വിരലും മൂന്ന് വിരലും പവർ കൊടുക്കണ്ട. അതന്നെ സെയിം അതാണ് നമ്മുടെ ഹോൾഡിങ്. അതന്നെ ഓക്കെ, അങ്ങനെയല്ല പ്രിൻസ് ചേട്ടാ. അതായത് നമ്മുടെ ഈ തള്ളവിരലിൽ ഇവിടെ അല്ല ഹോൾഡ് ചെയ്യേണ്ടത്. നമ്മുടെ ഈ തള്ളവിരലിന്റെ ഈ ഒരു രണ്ടാമത്തെ ഫസ്റ്റ് ലൈനിന്റെ ബാക്ക് സൈഡിലാണ് നമ്മുടെ പവർ ജനറേറ്റ് ചെയ്യേണ്ടത്. ബോൾ എപ്പോഴും ഹോൾഡ് ചെയ്യുമ്പോൾ ഈ തള്ളവിരലും മിഡിൽ ഫിംഗറും ഹോൾഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെ പോകരുത്. ഇങ്ങനെ പോയാൽ നമുക്ക് ബോൾ റിലീസ് ചെയ്യാൻ പറ്റില്ല. ഇവിടുന്ന് ഇങ്ങനെ റിലീസ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഹോൾഡിങ്. കണ്ടാ, ഈ ഒരു പോയിന്റിലാണ് നമുക്ക് പവർ ജനറേറ്റ് ചെയ്യുന്നത്. എപ്പോഴും ഇങ്ങനെ ഹോൾഡ് ചെയ്യണം. ഓക്കെ, വെൽ ഡൺ.
പറഞ്ഞോ. ഒരു ബോളറെ സംബന്ധിച്ച് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഡെലിവറിയാണത്. കാരണം ഒരു സക്സസീവ് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാനെ എപ്പോഴും കൺഫ്യൂസ്ഡ് ആക്കുന്ന ഡെലിവറിയാണ് സെയിം ആക്ഷനിലെ ഉള്ളിലേക്കും പുറത്തേക്കും അറിയുന്നത്. കാണുമ്പോൾ അത് ഈസി ആയിരിക്കും, പക്ഷെ ഇത് അത്ര ഈസി അല്ല. പ്രാക്ടീസിലൂടെ നമുക്ക് ഈസി ആക്കാൻ സാധിക്കും.